ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന നൽകിയെന്ന ആരോപണത്തിൽ അന്വേഷണം. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG അന്വേഷണത്തിനായി കാക്കനാട് ജയിലിലെത്തി. DIG വിനോദ് കുമാറാണ് ജയിലിലെത്തിയത്. മധ്യമേഖല DIG കാക്കനാട് ജയിലിൽ സന്ദർശനം നടത്തിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ആദ്യം തന്നെ പുറത്തേക്ക് വന്നൊരു വിവാദം ഇത് തന്നെയായിരുന്നു. രജിസ്റ്ററിൽ ഒപ്പിടാതെ പല പ്രമുഖരും അവിടേക്ക് എത്തി ബോബി ചെമ്മണ്ണൂരിനെ സന്ദർശിച്ചു എന്ന ഒരു വിവാദം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി DIG വിനോദ് കുമാർ ജയിലിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ജിജീഷ്? ദേവിക, മധ്യമേഖല DIG ഇവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു വലിയ വിവാദങ്ങൾ തുടങ്ങിയത്. മധ്യമേഖല DIGക്കൊപ്പം മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായികളായ 3 പേർ കൂടി ഉണ്ടായിരുന്നു. ഇവർ ബോബി ചെമ്മണ്ണൂരിനെ കണ്ടു, സന്ദർശനം നടത്തി. എന്നാൽ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ സന്ദർശക രജിസ്റ്ററിലടക്കം രേഖപ്പെടുത്തിയിരുന്നില്ല. അതായത് ഈ സന്ദർശനം പുറത്തറിയാതിരിക്കാനുള്ള ഒരു നീക്കം നടന്നു. തീർച്ചയായും രഹസ്യാത്മകമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടന്നു. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ദുരൂഹതകളുണ്ട് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിന് ജയിലിലേക്ക് എത്തുമ്പോൾ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് സന്ദർശകരായ എത്തിയ ചിലരാണ് പണം ബോബി ചെമ്മണ്ണൂരിന് കൈമാറി എന്നതടക്കമുള്ള വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ജയിലുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ജയിൽ DIG എന്ന വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോകുന്നത്. ആരെല്ലാമാണ് ഇവിടെ സന്ദർശകരായി എത്തിയിട്ടുള്ളത്, അവരിൽ നേരിട്ട് ബോബി ചെമ്മണ്ണൂരുമായി കൂടിക്കാഴ്ച നടത്തിയ ആളുകൾ ആരെല്ലാമാണ്, പണം കൈമാറിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടത്തുക. പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ വേണ്ടി ജയിലിലെത്തിയ മുഴുവൻ സന്ദർശകരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് ചെമ്മണ്ണൂരുമായി കൂടിക്കാഴ്ച ആരെങ്കിലും ജയിലിനകത്ത് നടത്തിയിട്ടുണ്ടോ എന്നത് കാര്യത്തിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ആരെല്ലാമാണ് കാണാൻ വന്നത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയകരമായ സാഹചര്യത്തിലെ നീക്കങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട DIGയുടെ അടക്കമുള്ള സന്ദർശനങ്ങൾ, അതിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ പ്രധാനമായും ചർച്ചയാവുന്നത്. ഈ ഘട്ടത്തിലാണ് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ ഈ സംഭവം നീങ്ങുകയും ചെയ്യുന്നത്. ദേവിക.